ഏവർക്കും സ്നേഹവന്ദനം. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി അടുത്ത 10 വർഷത്തെ ഭീഷണികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണെന്നാണ് നാം എല്ലാവരും മനസ്സിലാക്കുന്നത്. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, ജനസംഖ്യാ വർധന എന്നിവ കാരണം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകത ഓരോ വർഷവും വേഗത്തിൽ ഉയരുകയാണ്. എന്നാൽ ഈ വളർച്ചയ്ക്ക് ഒരു വലിയ വെല്ലുവിളി മുന്നിലുണ്ട്. ഊർജ്ജ സുരക്ഷ, അതെങ്കിൽ എനർജി സെക്യൂരിറ്റി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനങ്ങളുടെ ദിനചര്യയും നിലനിർത്താൻ ആവശ്യമായ ഇന്ധനങ്ങളുടെ വലിയൊരു ഭാഗം ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ, വിപണി മാറ്റങ്ങൾ, കാലാവസ്ഥാ നയങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ അടുത്ത 10 വർഷങ്ങളിൽ ഇന്ത്യക്ക് വലിയ ഊർജ്ജ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. നമ്മളിപ്പോൾ തന്നെ ആ വെല്ലുവിളികളിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു മെസ്സേജ് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ അടുത്ത ദശകത്തിൽ ഉയരാൻ സാധ്യതയുള്ള പ്രധാന ഭീഷണികളെ വിശദമായിട്ട് പരിശോധിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഇറക്കുമതിയിലുള്ള അതിയായ ആശ്രയമാണ് നമുക്കുള്ളത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇറക്കുമതിയിലുള്ള അമിതമായ ആശ്രയമാണ്. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, LPG എന്നിവയുടെ വലിയൊരു വിഹിതം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആശ്രയം മൂലം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കണം. ആഗോള വിലവർധന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും. യുദ്ധങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ വിതരണത്തെ തടസ്സപ്പെടുത്താമെന്നുള്ളതാണ് രണ്ടാമതായിട്ട്. വിദേശ നയ തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും ബാധിക്കുമെന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാൽ അടുത്ത 10 വർഷങ്ങളിൽ ഈ ആശ്രയം കുറയ്ക്കുന്നതിന് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാകും, യാതൊരു സംശയമില്ലാതെ. രണ്ടാമതായിട്ട്, മിഡിൽ ഈസ്റ്റ് പ്രദേശത്തെ അസ്ഥിരത. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ വലിയൊരു വിഹിതം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണവാതക ഉൽപാദക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ അതേസമയം ഈ പ്രദേശം രാഷ്ട്രീയമായി വളരെ അസ്ഥിരവുമാണ്. പ്രദേശത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ യുദ്ധങ്ങൾ, സമുദ്ര ഗതാഗത തടസ്സങ്ങൾ, ഉപരോധങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ വിതരണത്തെ ശരിയായ വിധത്തിൽ ബാധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ പ്രധാന ഊർജ്ജ ഗതാഗത പാതകളിൽ ഒന്നാണെന്നുള്ളത്. ഈ പാത തടസ്സപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ തടസ്സപ്പെട്ടുകൊണ്ട് ആണ് നമുക്കുണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ട്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാം. അതാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ. മൂന്നാമതായിട്ട്, ഊർജ്ജ ആവശ്യകതയുടെ വേഗത്തിലുള്ള വർധന. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വേഗത്തിൽ വളരുന്നതിനാൽ ഊർജ്ജ ആവശ്യകതയും വേഗത്തിൽ ഉയരുകയാണ്. അടുത്ത 10 വർഷങ്ങളിൽ വൈദ്യുതി ഉപയോഗം, ഗതാഗത ഇന്ധനം, വ്യവസായ ഊർജ്ജം ആവശ്യം എല്ലാം വലിയ തോതിൽ ഉയരുമെന്നാണ് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ആവശ്യകത നിറവേറ്റാനായിട്ട് നാം എന്ത് ചെയ്യണം? പുതിയ വൈദ്യുതി നിലയങ്ങൾ, കൂടുതൽ ഇന്ധന ഇറക്കുമതി, വലിയ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ നമ്മൾ നിർമ്മിച്ചേ പറ്റൂ. രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കൊണ്ട് രാഷ്ട്രം നിർമ്മിക്കപ്പെടുന്നില്ല. രാഷ്ട്രീയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. രാഷ്ട്രീയമല്ല സംസാരിക്കേണ്ടത്, രാഷ്ട്ര നിർമ്മിതിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ഇലക്ഷനിലൊക്കെ ഈ വിധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന പാർട്ടിക്കാർ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാലാമതായിട്ട്, കാലാവസ്ഥാ മാറ്റവും ആഗോള ഊർജ്ജ നയങ്ങളും. ലോകം ഇപ്പോൾ കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ വേണ്ടി ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് കാർബൺ നികുതി, പുനരുപയോഗ നിർമ്മാണ ഊർജ പ്രോത്സാഹനം, കൽക്കരി ഉപയോഗ നിയന്ത്രണം പോലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് ഇത് ഇരട്ട വെല്ലുവിളിയാണ്. വികസനത്തിന് കൂടുതൽ ഊർജം ആവശ്യമാണ്, എന്നാൽ ആഗോള സമ്മർദ്ദം അഥവാ ഫോസിൽ ഫ്യൂവൽസ് കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ 2 ലക്ഷ്യങ്ങൾ നമ്മിൽ സമതുലിതാവസ്ഥ കണ്ടെത്തുന്നത് അടുത്ത ദശകത്ത് വലിയ ഒരു വെല്ലുവിളിയായിരിക്കും. നമ്മൾ ദീർഘമായി ചിന്തിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഞ്ചാമതായിട്ട്, വൈദ്യുതി അടിസ്ഥാന സൗകര്യത്തിലെ പ്രശ്നങ്ങൾ. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപാദനം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വിതരണ സംവിധാനത്തിൽ ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ടുള്ള പ്രശ്നം വൈദ്യുതി നഷ്ടം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസസ്. പഴയ വൈദ്യുതി ശൃംഖലകൾ, സംസ്ഥാന വൈദ്യുതി ബോർഡുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തമാകുകയില്ല എന്നാണ് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം. ആറാമതായിട്ട്, പുനരുപയോഗ ഊർജത്തിലേക്കുള്ള മാറ്റത്തിന്റെ വെല്ലുവിളികൾ. ഇന്ത്യ വലിയ തോതിൽ സോളാർ,
വിൻഡ് ഊർജം ഉൽപ്പാദിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത് നല്ല ഒരു ദിശയിൽ തന്നെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതാണ്. എന്നാൽ ഇതിലും ചില വെല്ലുവിളികളുണ്ട്. സ്ഥിരതയില്ലാത്ത ഉൽപാദനം, സോളാർ, അതുപോലെ വിൻഡ് ഇന്റർമിറ്റന്റ്, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനൊന്നും സ്ഥായിയായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഒരേ ഉപഭോക്താവിന് തന്നെ അത് നിലനിർത്തി പോരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സംഭരണ സാങ്കേതിക വിദ്യകളുടെ കുറവാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വലിയ നിക്ഷേപം ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഈ മാറ്റം ശരിയായി നിയന്ത്രിക്കാതെ ഊർജ വിതരണത്തിൽ അനിശ്ചിതത്വം മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഊർജ വിതരണം നിശ്ചിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏഴാമതായിട്ട് നഗരവൽക്കരണവും ഗതാഗത ഇന്ധന ആവശ്യവും. അടുത്ത 10 വർഷങ്ങളിൽ ഇന്ത്യയിൽ നഗരവൽക്കരണം ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ പിന്നെ വാഹനങ്ങളുടെ എണ്ണം വളരെ വേഗത്തിൽ ഉയരും. ഇത് പെട്രോൾ, ഡീസൽ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇലക്ട്രിക് വാഹനങ്ങൾ വളരുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവ രാജ്യത്തെ മുഴുവൻ ഗതാഗത ആവശ്യകത നിറവേറ്റാൻ മതിയാകയില്ലെന്ന് മാത്രമല്ല, അവ കൊണ്ട് വലിയ മികവുറ്റ വരുമാനങ്ങൾ ഉണ്ടാകുകയില്ല. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ കേരളത്തിന്റെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവലിന്റെ ഒരു ടാക്സ് ആണ് കാര്യമായിട്ട് നമുക്കുള്ള വരുമാനം എന്ന് പറയുന്നത്. അത് പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെയാണ്. അപ്പൊ അത് നിർത്തിയിട്ട് എല്ലാവരും ഇലക്ട്രിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തെ സാരമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. എട്ടാമതായിട്ട് ഊർജ സുരക്ഷയ്ക്കുള്ള ഭാവി തന്ത്രങ്ങൾ. ഇന്ത്യ ഈ വെല്ലുവിളികളെ നേരിടാൻ ചില പ്രധാന തന്ത്രങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. ഒന്നാമതായിട്ട് ഇറക്കുമതി ഉറവിടങ്ങൾ വൈവിധ്യമാക്കണം. മിഡിൽ ഈസ്റ്റിൽ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ്. രണ്ടാമതായിട്ട് ആഭ്യന്തര ഊർജ ഉൽപാദനം വർദ്ധിപ്പിച്ചേ പറ്റൂ. പ്രകൃതിവാതകം, അതേപോലെ തന്നെ ബയോഫ്യൂവൽ, ഹൈഡ്രജൻ ഊർജം, ഇവയെല്ലാം നമ്മൾ വികസിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ സമ്പ്രദായങ്ങളെ നമ്മൾ ആ വിധത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നമ്മള് ഈ പശുമൂത്രത്തിൽ നിന്നും ചാണകത്തിൽ നിന്നൊക്കെ എന്തെല്ലാം ഉണ്ടാക്കാമെന്നുള്ള ഗവേഷണം നടത്താൻ വേണ്ടിയൊക്കെയാണ് അനേക ആളുകൾക്ക് താല്പര്യം. അതല്ല, നമുക്ക് ക്രിയേറ്റീവായിട്ട് ഈ ഹൈഡ്രജൻ ഊർജം എങ്ങനെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയും, ബയോഫ്യൂവൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, പ്രകൃതി വാതകം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അത് ചെറുപ്രായം മുതൽ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കൊടുത്ത് അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന പഠന സമ്പ്രദായങ്ങൾ സ്കൂൾ തലങ്ങൾ മുതൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോഴാണ് കുട്ടികളുടെ സ്കില്ലിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യുവാനും അവർക്ക് അവരിൽ തന്നെ ഒരു സയന്റിഫിക് മെത്തേഡും അതുപോലെ തന്നെ ഒരു സയന്റിസ്റ്റിന്റെ ഒരു ആശയങ്ങളൊക്കെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടുന്ന പഠന രീതികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. ഇതൊന്നും തന്നെ നമ്മുടെ സിലബസുകളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. കാരണം നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഈ കാര്യങ്ങളെ കുറിച്ചല്ല സംസാരിക്കാൻ താല്പര്യം. അവര് കക്കാനും ഒട്ടിക്കാനും അതിനെ എങ്ങനെ മറയ്ക്കാനും സാധിക്കും എന്നുള്ളതും അതിനെ ഉപോത്ബലമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്! എത്ര ഹീനതയാർന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനങ്ങളിലും ഒക്കെ ഉള്ളതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളോട് തന്നെ നമുക്ക് പുച്ഛം തോന്നുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സമ്പ്രദായം അല്ല നമുക്ക് വേണ്ടി. അതെല്ലാം അവസാനിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇത് 21-ാം നൂറ്റാണ്ടാണ്. അതുകൊണ്ട് ശാസ്ത്രീയപരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൈപിടിച്ചുയർത്താൻ അതിനുതകുന്ന തലത്തിലുള്ള എല്ലാ സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഗവേഷണ രീതികൾ ആരംഭിക്കണം. മൂന്നാമതായിട്ട് പുനരുപയോഗ ഊർജ വികസനം. സോളാറ്, വിൻഡ്, ഹൈഡ്രോ ഊർജ മേഖലകളിൽ കൂടുതൽ നിക്ഷേപകരെ നമ്മൾ സ്വീകരിക്കുകയും അതിനെ തന്നെ നവീകരിക്കുകയും ചെയ്യണം. ഏറ്റവും മോഡസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ആധുനികമായിട്ടുള്ളതിനെ കണ്ടെത്താനായിട്ട് ഉള്ള സംഭാവനകൾ കൊടുക്കണം. നാലാമതായിട്ട് ഊർജ സംഭരണ സാങ്കേതിക വിദ്യകൾ വർദ്ധിപ്പിച്ചെടുക്കണം. ബാറ്ററി സംഭരണം, ഹൈഡ്രജൻ സംഭരണം എന്നിവ നമ്മൾ വികസിപ്പിക്കണം. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും. പക്ഷേ സാധാരണപ്പെട്ട ആളുകൾക്ക് ഈ ആശയങ്ങൾ എവിടെയും ഒന്ന് അവതരിപ്പിക്കാനുള്ള വേദികളില്ല. അതാരും അംഗീകരിക്കുന്നില്ല. അപ്പൊ അതിന് ഉതകുന്ന തരത്തിൽ സർക്കാരുകൾ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ ഇതുപോലുള്ള ശാസ്ത്രമേളകൾ
ഈ കർഷകർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ അവരുടെ ആശയങ്ങളെ ഒരുമിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നത് പ്രകടിപ്പിക്കാനും അങ്ങനെ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ആശയങ്ങളെ അത് ക്രോഡീകരിച്ച് അതിന് വേണ്ടുന്ന കാര്യക്ഷമമായ കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ടപ്പിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്നത് ചായക്കട തുടങ്ങാനായിട്ടാണ് ഇവിടെ എല്ലാവരും സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അതല്ല വേണ്ടത്. ഇതേപോലുള്ള എല്ലാ കാര്യങ്ങളും ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പയ്യൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു പയ്യൻ എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, മോനെ നമ്മളൊക്കെ മൊബൈലിൽ ഒരുപാട് സംസാരിക്കുന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ശബ്ദത്തിൽ തന്നെ ഊർജം കിടപ്പുണ്ട്. അപ്പൊ ആ ഊർജം ഈ മൊബൈൽ ആഗിരണം ചെയ്തിട്ട് അതിനെ അബ്സോർവ് ചെയ്തിട്ട് അതിന്റെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അവനത് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നി. അവന്റെ കോളേജിൽ അവൻ മടങ്ങി ചെന്നു. ജർമ്മനിയിൽ നിന്ന് ഒരു ടീം അവരുടെ കോളേജിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇന്നോവേഷൻസ് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ പയ്യൻ ഇത് ചാടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ എന്നോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ചെറിയ അത് എപ്പോൾ നടക്കുമെന്നോ എങ്ങനെ ആകുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതുപോലുള്ള ആശയങ്ങൾ സാധാരണപ്പെട്ട ആളുകളുടെ മനസ്സുകളിൽ ധാരാളമുണ്ട്. അതിനെ ക്രോഡീകരിച്ച് അതിനെ ഫലപ്രദമാക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ, സ്കിൽസ് അത് ഡെവലപ്പ് ചെയ്യാൻ യാതൊരു മാധ്യമങ്ങളും ഇല്ല, മാർഗവുമില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതിന് പൈസയൊന്നും കൊടുക്കണ്ട. അവരുടെ കഴിവുകളെ പൂൾ ചെയ്ത് അതിനെ സർക്കാരിന് അല്ലെങ്കിൽ പൊതു നന്മയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സർക്കാരുകൾ ചില പദ്ധതികൾ ആവിഷ്കരിക്കണം. അവസാനമായിട്ട് ഊർജ കാര്യക്ഷമത, വ്യവസായം, ഗതാഗതം, വീടുകൾ എന്നിവയിൽ ഊർജ കാര്യക്ഷമത ഉപയോഗിക്കണം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കണം. ഇന്ത്യയുടെ ഊർജ മേഖല അടുത്ത 10 വർഷങ്ങളിൽ വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകും. ഊർജ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ആഗോള രാഷ്ട്രീയവും കാലാവസ്ഥാ നയങ്ങളും മാറുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഊർജ സുരക്ഷ ഉറപ്പാക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ശരിയായ നയങ്ങളും ദീർഘകാല പദ്ധതികളും ഉണ്ടെങ്കിലേ ഇന്ത്യക്ക് ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുവാനും കഴിയുകയുള്ളൂ. ഊർജ സുരക്ഷ ശക്തമാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അതിനാൽ അടുത്ത ദശകം ഇന്ത്യയുടെ ഊർജ നയത്തിന് നിർണായകമായിട്ട് കാലഘട്ടമാകട്ടെ. അതിനുവേണ്ടി ചെറുപ്പക്കാരെ, കുട്ടികളെ നമുക്ക് സജ്ജരാക്കാം. നന്ദി, നമസ്കാരം.